അപ്പം നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, സംശയമല്ല, നമ്മളുടെ ഒരു അറിവ് എന്ന് പറയുന്നത്, സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ IAS കാരനാവാം, കളക്ടർ ആവാം, അല്ലെങ്കിൽ IFS കാരിയാവാം, അംബാസിഡറും ഒക്കെ ആവാം, അത് IPS കാരിയാവാം, IPS കാരനാവാം എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ ഒരു പ്രധാന. നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പേര് സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സർവീസിലേക്കല്ല, ഒരുപാട് സർവീസിലേക്കുള്ള ഒരു സെലക്ഷൻ ആണ് സിവിൽ സർവീസ് എക്സാം നടക്കുന്നത്. അപ്പം ഈ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ടോപ്പ് റാങ്കിന്റെ ഓർഡർ അനുസരിച്ചിട്ട് അതിന്റെ ഒരു ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, നിങ്ങൾ സർവീസസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യ റാങ്കിൽ വരുന്ന ആളുകൾക്കായിരിക്കും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കിട്ടുന്നത്. അതിന്റെ അടുത്ത റാങ്കിൽ വരുന്നവർക്ക് IFS IPS അങ്ങനെ താഴേക്കാണ് നമ്മൾ സർവീസസ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, 1000 പേരെ ഒരു വർഷം സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 1000ാമത്തെ റാങ്ക് വരുന്ന ആളുകൾ ചിലപ്പം IAS കിട്ടണമെന്നില്ല, വേറൊരു റാങ്ക് ആയിരിക്കും, വേറൊരു സർവീസിലേക്കായിരിക്കും അവർ പോസ്റ്റഡ് ആകുന്നത്. അവർക്ക് ഇഷ്ടമുള്ള സർവീസിലാവണമെന്നില്ല, ഏതെങ്കിലും ഒരു സർവീസിലേക്കായിരിക്കും അവർ പോസ്റ്റഡ് ആകുന്നത്. പക്ഷെ ഇവരെല്ലാവരും സിവിൽ സർവീസസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന മറ്റ് സർവീസുകളാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, കോർപ്പറേറ്റ് ലോ സർവീസ്, ഡിഫൻസ് ലോ സർവീസ്, ഇൻഫർമേഷൻ സർവീസ്, പോസ്റ്റൽ സർവീസ്, പോസ്റ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസ്, റെയിൽവേ മാനേജ്മെന്റ് സർവീസ്, അതേപോലെ റെയിൽവേ മാനേജ്മെന്റ് പേഴ്സണൽ സർവീസ്, അതേപോലെ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് അക്കൗണ്ട്സ്, പിന്നെ ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ട്രേഡ് സർവീസ്, ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്, അതേപോലെ ഡൽഹി, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, ദാമൻ ആൻഡ് ദിയു, ദാദ്ര നാഗർ ഹവേലി പോലീസ് സിവിൽ സർവീസ്, ഡാനിക്സ് എന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ പോണ്ടിച്ചേരി സിവിൽ സർവീസ്, പോണ്ടിച്ചേരി പോലീസ് സർവീസ്, ഇങ്ങനെയുള്ള ഒരുപാട് സർവീസസിലേക്കുള്ള ഒരു സെലക്ഷൻ ആണ്. ഓക്കെ, ഒരുപാട് സർവീസസിലേക്കുള്ള സെലക്ഷൻ ആണ് നമ്മളുടെ ഈ സിവിൽ സർവീസസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇനി എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി? സിവിൽ സർവീസ് എക്സാമിനേഷനിലേക്ക് നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ എലിജിബിലിറ്റി? ഓഫ് കോഴ്സ് നമ്മൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, അതിവിടെ ഉണ്ട്. പിന്നെ ബാക്കി ചിലപ്പോൾ അതെല്ലാം നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ടാണ് പറയാത്തത്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഡെഫിനറ്റ് ആയിട്ടും യു ക്യാൻ റൈറ്റ് ദിസ് എക്സാം. ഇനി നിങ്ങൾക്കൊരു പ്രോപ്പർ ഡിഗ്രി ഉണ്ടാവണം. ഇപ്പൊ സാറ് വൈസ് ചാൻസലർ സാറ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമുക്ക് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് പല കുട്ടികൾക്കും പല എക്സാമിനേഷൻസും എഴുതാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്താണ്, റീസൺ എന്താണ്? ചിലപ്പോൾ ഡിപ്ലോമ കൊണ്ട് ഒരിക്കലും സിവിൽ സർവീസ് എക്സാം എഴുതാൻ പറ്റില്ല. ഡിപ്ലോമ അല്ല, ഡിഗ്രിയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിഗ്രി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിഗ്രി വേണം. അതാണ് അടുത്ത ഒരു ക്രൈറ്റീരിയ. ഇതിലൊരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മളൊരു ഡിഗ്രി കഴിയുന്ന ഒരു സാധാരണ ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. 17ാമത്തെ വയസ്സിൽ നമ്മൾ +2 കഴിയും, 18ാമത്തെ വയസ്സിൽ നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും, 3 വർഷം ഡിഗ്രി കഴിയുന്നു, 21ാമത്തെ വയസ്സിൽ നമ്മൾ ഡിഗ്രി പാസ്സാകും. അല്ലെ, ഇതല്ലൊരു ജനറിക് ആയിട്ട് നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 21ാമത്തെ വയസ്സാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റാൻ തുടങ്ങുന്ന സമയം. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ എഴുതാം. 21 മുതൽ 32 വരെ. ഇവിടെ നമുക്കറിയാമല്ലോ, നമുക്കൊരു കാറ്റഗറി വൈസ് റിലാക്സേഷൻ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഒരു ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ അറ്റംപ്റ്റ്സിന്റെ കാര്യമാണ്. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ എത്ര പ്രാവശ്യം എഴുതാം? 6 പ്രാവശ്യം എഴുതാം. ഓക്കെ, 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ 6 പ്രാവശ്യം 6 വട്ടം ഈ ഒരു എക്സാമിനേഷൻ എഴുതാം. അത് ജനറൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ OBCയിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 35 വയസ്സ് വരെ എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 + 3 എന്ന് പറയും, 35 വയസ്സ് വരെ എഴുതാം. മൊത്തം 9 അറ്റംപ്റ്റുകൾ എഴുതാം, 9 പ്രാവശ്യം എഴുതാം. ഇപ്പം SC ST വരുമ്പോഴേക്കും 32 + 5 37 വയസ്സ് വരെ എഴുതാം. അൺലിമിറ്റഡ് അറ്റംപ്റ്റ്സ് എഴുതാം. അപ്പം പറഞ്ഞു വന്നാൽ 21 വയസ്സ് മുതൽ 37 വയസ്സ് വരെ എഴുതാൻ പറ്റും. അപ്പൊ അതിനകത്ത് എത്ര അറ്റംപ്റ്റ്സ് വരുന്നുണ്ടോ അത്രയും അറ്റംപ്റ്റ്സ് നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് എന്തുണ്ട്, ഈ ഒരു റിലാക്സേഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പൊ ഞാൻ ഈ കാറ്റഗറി വൈസിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. അതിന്റെ പ്രധാന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നിങ്ങൾ ഈ എക്സാമിനേഷൻ എഴുതാൻ തീരുമാനിക്കുന്ന ആ ഒരു മൊമെന്റ്, ആ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങളുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കണം, അത് നിങ്ങളുടെ ലാസ്റ്റ് അറ്റംപ്റ്റും ആയിരിക്കണം. ഇതായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ. അപ്പൊ നമുക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 1 അറ്റംപ്റ്റ് മതി. നമുക്ക് ഈ 6 അറ്റംപ്റ്റ് ഉണ്ട് എന്ന് മനസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്താൽ തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവും. റിലാക്സ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മൾ ഓക്കെ 6 അറ്റംപ്റ്റ് ഉണ്ടല്ലോ, അടുത്ത വർഷം നോക്കാം,
അടുത്ത വർഷം കിട്ടാതാകുമ്പോൾ നമ്മൾ ഇനിയുണ്ടല്ലോ 4 അറ്റംപ്റ്റ് ഇടുക, 5 അറ്റംപ്റ്റ് ഇടുക, നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു റിലാക്സേഷൻ നമുക്ക് മനുഷ്യന്മാർക്ക് ഇതുണ്ട്, ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു അറ്റംപ്റ്റേ ഉള്ളൂ എന്ന് മനസ്സിൽ ഫിക്സ് ചെയ്ത് എഴുതാൻ പോവുക. അപ്പൊ നമുക്കത് എഴുതിയെടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഇതാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി സ്റ്റേജസ് ആണ്. ഈ എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 3 സ്റ്റേജസ് ആണ് വരുന്നത്, 3 സ്റ്റേജസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒന്നെന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, പ്രിലിമിനറി എക്സാം. രണ്ടെന്ന് പറയുന്നത് മെയിൻ എക്സാമിനേഷൻ ആണ്. മൂന്നെന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പം പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഏകദേശം എത്ര പേര് ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്നുണ്ടാവും? നിങ്ങളുടെ ഒരു ധാരണയിൽ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാം എത്ര പേര് എഴുതുന്നുണ്ടാവും? നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഊഹിച്ചാൽ എത്ര പേരുണ്ടാവും? ഓക്കെ, എനിവേസ് ഞാനെന്നാ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമുക്ക് ഏകദേശം ഒരു 10 ലക്ഷം പേര് ഇത് അപ്ലൈ ചെയ്യുമെന്ന് വിചാരിക്കുക ഈ ഒരു എക്സാമിനേഷൻ. ഈ 10 ലക്ഷം പേര് ഇത് എഴുതാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും ഒന്നും അത്ര സീരിയസ് ആയിട്ടൊന്നും അല്ല അപ്ലൈ ചെയ്യുന്നത്. ചിലപ്പോൾ പല ആളുകൾ നിർബന്ധിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാം എഴുതാനായിട്ട് വരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെയല്ല എഴുതാൻ വരുന്നത്. അപ്പൊ നമ്മൾ ഓക്കെ ഐ ഗോട്ട് സം ഉണ്ടല്ലേ. ഓക്കെ, 2 lakhs ഉണ്ട്, 4 lakhs ഉണ്ട്, ഓക്കെ 5 lakhs ഉണ്ട്, 3 lakhs ഉണ്ട്, 5 lakhs ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ 10 ലക്ഷം പേര് അറ്റൻഡ് ചെയ്യുന്ന വിചാരിക്കുക, അറ്റൻഡ് അല്ല അപ്ലൈ ചെയ്യുന്ന വിചാരിക്കുക. ഈ അപ്ലൈ ചെയ്യുന്ന ആളുകളെല്ലാം അവിടെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ ഒരു 4 ലക്ഷം to 5 ലക്ഷം ആളുകളായിരിക്കും എഴുതാൻ പറ്റുന്നത്. സോ വെരി ഗുഡ് ആൻസർ. അപ്പൊ ഈ 4 ലക്ഷം ആളുകൾ അല്ല 5 ലക്ഷം ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആണ് പ്രിലിമിനറി എക്സാം. ചിലപ്പോൾ ആകെയുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് 1000 പോസ്റ്റ് ആയിരിക്കും. അപ്പം ഫസ്റ്റ് ഫിൽട്ടറിങ് തന്നെ നല്ല വലിയൊരു ഫിൽട്ടറിങ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമിനേഷൻ ഇവർക്ക് അതിലും വലിയ പണിയാവും അല്ലെ. അവരെന്ത് ചെയ്യുന്നറിയാം, അവർക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് ഏകദേശം ഒരു 15,000 പേരെ മതി. അപ്പൊ ആലോചിച്ച് നോക്കുക, 4 ലക്ഷം പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 3,80,000 പേരോളം ഫിൽറ്റേഡ് ഔട്ടായി പോകുന്ന ഒരു പ്രോസസ്സാണ് പ്രിലിമിനറി എക്സാം. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു എക്സാം ആയിട്ടൊന്നും കാണാൻ പറ്റൂല. ഓക്കെ, അപ്പം ഒരു 15,000 പേര് മെയിൻ എക്സാമിനേഷനിലേക്ക് വരും. ഇനി 15,000 പേരിൽ നിന്ന് ഒരു 3,000 പേരിലേക്ക് അവർ ഇന്റർവ്യൂവിലേക്ക് വിടത്തുള്ളൂ. അപ്പൊ 15,000 പേരിൽ 3,000 എന്ന് പറയുമ്പോൾ ഏകദേശം 12,000 പേര് അവിടെ ഫിൽറ്റേഡ് ഔട്ട് ആവും. പിന്നെ ഈ ഒരു 3,000 പേരിൽ നിന്നാണ് എന്ത് വരുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇതാണ് ഒരു 3 സ്റ്റേജസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ആക്ച്വലി നമ്മൾ പറയുമ്പോൾ 2 സ്റ്റേജേ ഉള്ളൂ. അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു സ്റ്റേജും മെയിനും ഇന്റർവ്യൂവും കൂടെ ഒരു സ്റ്റേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ കാരണം ഇതിന്റെ രണ്ടിനും മാർക്ക് ക്ലബ് ചെയ്തിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി എന്താണ് പ്രിലിമിനറി എക്സാമിനേഷൻ എന്നും കൂടി ഞാനൊന്ന് പറയാം. അപ്പൊ പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, 2 പേപ്പേഴ്സ് ആണുള്ളത്, 2 പേപ്പേഴ്സ്. അതിന്റെ ഫസ്റ്റ് പേപ്പറിനെ പറയുന്നത് ജനറൽ സ്റ്റഡീസ് 1 എന്നും രണ്ടാമത്തെ പേപ്പറിനെ പറയുന്നത് ജനറൽ സ്റ്റഡീസ് 2 അല്ലെങ്കിൽ CSAT പേപ്പർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒബ്ജക്റ്റീവ് അറിയാലോ, നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് നമുക്ക് 4 ഓപ്ഷൻസും തരും. അപ്പൊ നമുക്കൊരു OMR ഷീറ്റ് ഉണ്ടാവും, അതിൽ ബബിൾ ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവരും എക്സാം എഴുതിയിട്ടുള്ള ആളുകളായിരിക്കും അറിയാം. 4 ഓപ്ഷൻ ഉണ്ടാവും, അതിനകത്ത് ബബിൾ ചെയ്താൽ മതി. സിമ്പിളാണ്, നമുക്ക് പണിയൊന്നുമില്ല, എഴുത്തൊന്നുമില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് അതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ സിമ്പിൾ എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പം 100 ചോദ്യങ്ങളാണ് ജനറൽ സ്റ്റഡീസ് 1 വരുന്നത്. ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, പൊളിറ്റിക്സ് വരും, ഇന്റർനാഷണൽ റിലേഷൻസ് വരും, അങ്ങനെയുള്ള കുറെ എൻവയോൺമെന്റ് വരും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സബ്ജക്ട്സുകൾ വരുന്ന ജനറൽ നോളജ് സബ്ജക്ട്സ് വരുന്ന ഒരു പേപ്പറാണ് ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്നത്. ജനറൽ സ്റ്റഡീസ് 2 എന്ന് പറയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, മെന്റൽ എബിലിറ്റി, റീസണിങ്, അങ്ങനെയുള്ള ആപ്റ്റിറ്റ്യൂഡ് വൈസ് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലെ ടോപ്പിക്സ് വരുന്ന ഒരു പേപ്പറാണ് CSAT അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് 2 പേപ്പർ എന്ന് പറയുന്നത്. ജനറൽ സ്റ്റഡീസ് 1 പേപ്പറിന് മാർക്ക് ക്വസ്റ്റ്യൻസ് 100 എണ്ണം ഉണ്ടാവും. സെക്കൻഡ് പേപ്പറിന് 80 ക്വസ്റ്റ്യനേ ഉള്ളൂ. കാരണം ഇതിന്റെ മാർക്കിൽ വ്യത്യാസമുണ്ട്. കാരണം ഫസ്റ്റ് പേപ്പറിന് മാർക്ക് എന്ന് പറഞ്ഞാൽ 2 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക്, 200 മാർക്ക് ആവുകയും, എന്നാൽ രണ്ടാമത്തെ പേപ്പർ വരുമ്പോഴത്തേനും 2.5 മാർക്കുണ്ട് ഒരു ക്വസ്റ്റ്യന്. അതായത് CSAT പേപ്പറിന് 2.5 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പം രണ്ടും കൂടെ കൂട്ടുമ്പോൾ 200 മാർക്ക്. ഓക്കെ, അപ്പം ടോട്ടൽ നോക്കുമ്പോൾ 400 മാർക്കിലാണ് വരുന്നത്. ഇനി 2 മണിക്കൂറാണ് ഈ 2 പേപ്പറിനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഞായറാഴ്ച ആയിരിക്കും മിക്കവാറും എക്സാം നടക്കുന്നത്. അതിന്റെ രാവിലെ ഒരു 10 മണി തൊട്ട് 12 മണി വരെ ഫസ്റ്റ് പേപ്പറും, അതുപോലെ ഒരു 2 മണി തൊട്ട് 4 മണി വരെ സെക്കൻഡ് പേപ്പർ. ഇങ്ങനെയായിരിക്കും യൂഷ്വലി എക്സാമിനേഷൻ നടക്കുന്നത്. ഇനി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഉത്തരം തെറ്റിക്കുകയാണെങ്കിൽ 0.33% അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിങ് പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പൊ വൺ തേർഡ് നെഗറ്റീവ് മാർക്കിങ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഈ രണ്ടാമത്തെ പേപ്പർ ഉണ്ടല്ലോ, ജനറൽ സ്റ്റഡീസ് 2 എന്ന് പറഞ്ഞ CSAT പേപ്പർ, ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. അപ്പൊ ക്വാളിഫയിങ് പേപ്പർ എന്ന് പറയുമ്പോൾ ഈ പേപ്പറിന്റെ മാർക്ക് നിങ്ങളുടെ ഇതിനകത്ത് മാർക്ക് റാങ്കിങ്ങിലോട്ട് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻസിലേക്കുള്ള എൻട്രി നിശ്ചയിക്കുന്നത് ഈ മാർക്കല്ല. നിങ്ങളുടെ മെയിൻസിലേക്കുള്ള എൻട്രി നിശ്ചയിക്കുന്നത് ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്ന ആ പേപ്പർ, 100 ക്വസ്റ്റ്യൻസ് ഉള്ള പേപ്പർ ഉണ്ടല്ലോ, ജനറൽ നോളജ് സബ്ജക്ട്സ് വരുന്നത്. ആ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് നിങ്ങളുടെ എൻട്രി, മെയിൻസിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ തീരുമാനിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ആ പേപ്പർ വാല്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ CSAT പേപ്പർ ക്ലിയർ ആയിരിക്കണം. CSAT പേപ്പറിന് മിനിമം 33% മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ ആദ്യത്തെ പേപ്പർ വാല്യൂഡ് ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുള്ളൂ. ഇപ്പൊ യൂഷ്വലി എത്ര മാർക്ക് കിട്ടിയാൽ, നിങ്ങളുടെ ഒരു ഊഹത്തില് എത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ ഈ ഒരു പ്രിലിമിനറി എക്സാം പാസ് ആവുമായിരിക്കും? എത്ര മാർക്ക്? ഏകദേശം 200 മാർക്ക് വരുന്നത്. അപ്പൊ എത്ര മാർക്ക് കിട്ടിയാൽ പാസ് ആവുമായിരിക്കും മിനിമം? പോസ്റ്റ് ചെയ്ത് എനിക്കിപ്പം ഇപ്പൊ കാണാം, മെസ്സേജ് കാണാം, നിങ്ങൾ പോസ്റ്റ് ചെയ്തോ. ഓക്കെ, 184. ഓക്കെ, ഇനി അതർ ആൻസേഴ്സ് 200ലാണ്. 200 എത്ര മാർക്ക് കിട്ടിയെന്നുള്ള 66 മാർക്ക്, 150 മാർക്ക്, ഓക്കെ, 175 മാർക്ക്, 80 മാർക്ക്. ഓക്കെ, സോ ഡിഫറെന്റ് പല ഏരിയ, 130 മാർക്ക്, പല ഏരിയാസ്, പല മാർക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, 60 മാർക്ക്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 80-84 മാർക്ക് മുതൽ നിങ്ങൾക്കൊരു 100 മാർക്കൊക്കെ വരെ ആയിരിക്കും മോസ്റ്റ്ലി പല വർഷങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കട്ട് ഓഫ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം എഴുതി 50% മാർക്ക് കിട്ടി നമ്മൾ ജയിക്കുക. 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസിൽ കടന്ന് മെയിൻസിൽ പോകും. ആലോചിച്ച് 200-ൽ 100 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മെയിൻസിലേക്ക് പോകും. ഒരു 90-94 ആയിരിക്കും ചിലപ്പോൾ കട്ട് ഓഫ് വരുന്നത്. ചിലപ്പോൾ ചില സമയങ്ങളിൽ 86 വന്നിട്ടുള്ള കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ച് നോക്കുക, ഒരു 85-100 ആ ഒരു റേഞ്ചിനകത്തായിരിക്കും മിക്കവാറും കട്ട് ഓഫ് വരുന്നത്. അപ്പൊ ആ കട്ട് ഓഫ് കിട്ടിയാൽ, ആ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്ക് 100 ക്വസ്റ്റ്യൻസിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അത് എഴുതാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരും. പക്ഷെ 50 ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിൽ, പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത്രയും വലിയ എക്സ്പോഷർ ഉണ്ട് ഇതിനകത്ത്. അപ്പം എന്തായാലും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിരിക്കില്ല, കുറച്ച് നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ചോദിച്ചതേ. ഇനി ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ 180 മാർക്ക് ഒരാൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 200 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ ആ വ്യക്തി ഈ CSAT പേപ്പറിൽ ക്ലിയർ ചെയ്തില്ല, 33% മാർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ക്ലിയർ ആവില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഈ CSAT പേപ്പറിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ പല ആളുകളും ഇതൊരു ക്വാളിഫയിങ് പേപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനത് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല, ഇത് പഠിക്കത്തില്ല, അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കും. അപ്പൊ വരുന്ന പ്രശ്നം, നമ്മൾ ഈ ക്വാളിഫയിങ് പേപ്പർ ക്ലിയർ ആവില്ല. അപ്പൊ മറ്റേത് നമ്മൾ എത്ര മാർക്ക് വാങ്ങിച്ചാലും നമ്മൾക്ക് സെലക്ഷൻ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും CSAT പേപ്പേഴ്സും ഇതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങണം. അതേപോലെ തന്നെ ജനറൽ സ്റ്റഡീസ് ഫസ്റ്റ് പേപ്പർ നിങ്ങൾ പഠിക്കുകയും വേണം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനാണ് ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇതേപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യും. ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഈ PSC-യിലൊക്കെ നോക്കുമ്പോൾ ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, ഗാന്ധി ജനിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. ഇപ്പം 1869, 1870, അല്ല 1871, 1872, ഇങ്ങനെ 4 ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് ഇൻഫർമേഷൻ അറിയാവുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതല്ലാതെ ഓപ്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അത് കുറച്ചുകൂടെ പാടാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ. അതായത് 3 ഓപ്ഷൻസ് കൊടുത്തിട്ട് ഈ ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ശരി എന്ന് അവർ ചോദിക്കുന്നത്. 1 and 2 ആണോ, 2 and 3 ആണോ, 1 and 3 ആണോ, 1, 2, 3 ആണോ എന്നുള്ളത്. ഇതിപ്പോ PSC-യുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, ഈ ഒരു മോഡലിലേക്ക് വന്നിട്ടുണ്ട്. അവര് എനിക്ക് തോന്നുന്നു UPSC തന്നെ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Wellesley established the Fort William College at Calcutta because എന്താണ് റീസൺ, എന്തായിരിക്കും റീസൺ എന്നുള്ള രീതിയിലാണ് ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ഒരു ചോദ്യമാണ്. അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചതേ. അതേപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പുറത്തെ ഈ ഒരു ഇമേജിലും കാണുന്നത്. ഓക്കെ, സോ അത് ഒന്ന്. ഇതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി CSAT-ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പറയാം. CSAT-ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഒബ്സർവ് ദ കോണ്ടെക്സ്റ്റ് ബിലോ and answer the given questions. അപ്പം 8 boys, A, B, C, D, E, F, G and H അവരിങ്ങനെ ഒരു സർക്കുലർ ടേബിൾ ഇരിക്കുകയാണ്. അപ്പം
ബി എയും ബിയും ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഡി ഈസ് ടു ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബി. അപ്പം ഹൂ ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എ? എയുടെ റൈറ്റിൽ ഇരിക്കുന്ന ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം എന്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 80 ചോദ്യമുള്ളൂ. മറ്റേ ഫസ്റ്റ് പേപ്പറിനകത്താണെങ്കിൽ 100 ചോദ്യമുണ്ട്, 2 മണിക്കൂറുമാണ്, കുറച്ചുകൂടെ പാടായിരിക്കും. ഇതിനകത്ത് 80 ചോദ്യമേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ 2 മണിക്കൂറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 33% മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കുമല്ലോ അല്ലെ? പക്ഷെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചാലഞ്ച് എന്താണ്? ടൈം. വെരി ഗുഡ്. ടൈം മാനേജ്മെന്റ്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയുക. ഈ ഒരു ചോദ്യം ഉത്തരം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണ്ടി വരും? ഓരോ വ്യക്തിക്കും ഡിഫറെന്റ് ആയിരിക്കും. എന്നാലും നിങ്ങൾ ഓരോരുത്തർക്കും ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര നേരം വേണ്ടി വരും ഈ ചോദ്യം ചെയ്യണമെങ്കിൽ? ചുമ്മാ ഊഹിച്ചെന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ചെയ്ത് നോക്കാൻ നിൽക്കണ്ട, നമുക്കൊരു സമയമില്ല. 2 to 3 minutes ഒരാൾ പറഞ്ഞു, 2 minutes ഒരാൾ പറഞ്ഞു, 2 to 3 minutes പറഞ്ഞു. ഓക്കെ, 5 minutes പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. 5 minutes പറഞ്ഞു. ഓക്കെ, 3 minutes പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇപ്പം വളരെ ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 2 to 3 minutes പറ്റുമായിരിക്കും. എന്നാലും മിനിമം ഒരു 5 minute എടുത്തു വെച്ചോ. നമുക്കൊരു സാധാരണ നമുക്ക് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചോളം 5 minute വന്ന് വിചാരിച്ചു. 5 minute വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും? 5 minute വെച്ച് 2 മണിക്കൂറിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു? 5 minute വെച്ച് നിങ്ങൾ ഒരു ക്വസ്റ്റ്യന് കൊടുക്കുവാണെങ്കിൽ 2 മണിക്കൂറിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സമയം എടുക്കുന്ന ഒരു പേപ്പറാണ് ഈ CSAT പേപ്പർ എന്ന് പറയുന്നത്. സമയം കൊല്ലിയാണ്. ഓക്കെ, സമയം എടുത്ത് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് നമ്മുടെ ടൈം, നമുക്ക് ക്വസ്റ്റ്യൻസ്, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടത്തില്ല അവസാനം. അപ്പൊ നമ്മൾ ചിലപ്പോൾ മാക്സിമം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് 30 ചോദ്യമായിരിക്കും. ഈ 30 ചോദ്യത്തിനകത്ത് കുറെ തെറ്റുകൾ വരുമല്ലോ. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാർക്ക് എന്തിൽ താഴെ പോകും? 31% താഴെ പോകും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടിയെടുക്കാനും കൃത്യമായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി വേറൊരു സംഭവം ഉണ്ട്, അതാണ് ഈ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഒരു പാസേജ് വന്നിട്ട് അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരും. ഇതിനൊക്കെ സമയം പോകും. അപ്പം ആ സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ പ്രാക്ടീസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് 10, 30, 40 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ ആക്യുറേറ്റ് ആയിരിക്കണം. ആ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിരിക്കണം ആൻസേഴ്സ്, അല്ലെ നെഗറ്റീവ് മാർക്കിംഗ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു പേപ്പറിന്റെ പാറ്റേൺ ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. CSATന്റെ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. അതേപോലെ ഫസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. അടുത്തത് മെയിൻ എക്സാമിനേഷൻ. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയി, മെയിൻ എക്സാമിനേഷനിൽ എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ നേരത്തെ വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു OMR ഷീറ്റ് തന്നു, ബബിൾ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. 4 ഓപ്ഷൻസ് ഉണ്ട്, ബബിൾ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനല്ല, എഴുതണം, നന്നായിട്ട് എഴുതണം. നമ്മൾ ഓരോ പേപ്പറിനെ പറ്റി എഴുതണം. നോക്കിക്കൊള്ളുക, ഏകദേശം എത്ര പേപ്പേഴ്സ് വരുന്നുണ്ടെന്ന് നോക്കിക്കൊള്ളുക. ഓക്കെ, എത്ര പേപ്പേഴ്സ് ഉണ്ട്? എത്ര പേപ്പേഴ്സ് ഉണ്ട് മൊത്തം? ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എണ്ണി എടുക്കാം. 9 പേപ്പേഴ്സ്. വെരി ഗുഡ്. 9 പേപ്പേഴ്സ് ഉണ്ട്. ഈ 9 പേപ്പേഴ്സ് നമ്മൾ എഴുതിയെടുക്കണം. അപ്പൊ ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന എക്സാം അല്ല, നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം ഒരു 5 തൊട്ട് 7 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന എക്സാം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല, 2 ദിവസം കൊണ്ട് പറ്റില്ല, 3 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. ഒരു 5, 6, 7, 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആണ് ഈ മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ബ്രേക്ക് ഒക്കെ തന്നാണ് ചെയ്യുന്നത്. ഇന്നൊരു എക്സാം ഉണ്ട്, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു എക്സാം വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണമൊക്കെ ഉണ്ട് ഇതിന്. അപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 2 പേപ്പേഴ്സ് ഉണ്ടോ, കമ്പൽസറി ഇന്ത്യൻ ലാംഗ്വേജ് 3 മണിക്കൂറാണ് എഴുതേണ്ടത്, 300 മാർക്കുണ്ട്. അതുപോലെ ഇംഗ്ലീഷിന്റെ ഒരു പേപ്പർ ഉണ്ട്, അത് 3 മണിക്കൂർ 300 മാർക്ക്. ഈ കമ്പൽസറി ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് മലയാളമായിരിക്കും. പ്രിഫറബിളി മലയാളം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ മലയാളവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മലയാളത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും ഉള്ളത്. ഓക്കെ, മലയാളത്തിൽ ബേസ് എഴുതാനും അങ്ങനെയുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം അവിടെ അതും ഈ രണ്ടാമത്തെ ഇംഗ്ലീഷ് പേപ്പറും ക്വാളിഫയിങ് പേപ്പേഴ്സ് ആണ്. നേരത്തെ ഞാൻ CSATന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ക്വാളിഫയിങ് പേപ്പർ ആണ്. ഒരു മിനിമം മാർക്ക് വാങ്ങിച്ചാൽ മാത്രം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, അതാണ് ക്വാളിഫയിങ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ചെറിയൊരു അസൈൻമെന്റ് തരികയാണ്. അപ്പൊ എത്രയാണ് മിനിമം മാർക്ക് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം.
ഈ ഒരു ടെസ്റ്റ് സെഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീഡ് വേണമല്ലോ, ഒരു ടേക്ക് അവേ. ജസ്റ്റ് ഗോ ആൻഡ് സെർച്ച് എത്ര മാർക്ക് വേണം, ആ ഒരു മിനിമം എത്ര വേണം എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അടുത്ത പേപ്പർ 1 എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ, എസ്സേ. അവിടെ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മാർക്കും നിങ്ങളുടെ വാലിഡ് ആണ്. എന്തിനാണ്? നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എസ്സേ പേപ്പർ ആണ്, നമുക്കറിയാം എസ്സേ എഴുതുക. രണ്ടാമത്തെ ജനറൽ സ്റ്റഡീസ് 1, ജനറൽ സ്റ്റഡീസ് 2, ജനറൽ സ്റ്റഡീസ് 3, ജനറൽ സ്റ്റഡീസ് 4, ഓപ്ഷണൽ 1, ഓപ്ഷണൽ 2. ഈ ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്നത് ആ പേപ്പേഴ്സിനെ പറ്റി ഞാൻ ഇപ്പൊ പറയാം, എന്തൊക്കെയാണ് സബ്ജക്ട്സ് അതിനകത്ത് വരുന്നത് എന്നുള്ളത്. അപ്പം ഈ പേപ്പേഴ്സിനെല്ലാം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് 3 മണിക്കൂറാണ്. ഇതിന്റെ എല്ലാം മാർക്ക് എന്ന് പറയുന്നത് 250 മാർക്കാണ്. ഓക്കെ, എസ്സേ മാത്രമാണ് ജനറിക് ആയിട്ടുള്ള പേപ്പർ വരുന്നത്, ബാക്കിയെല്ലാം സബ്ജക്ട് വൈസ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഇനി ഇത് കൂടാതെ ഇത്രയും പേപ്പേഴ്സ് കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഒരു എമൗണ്ട് ഓഫ് മാർക്ക് കിട്ടും. ഈ മാർക്കിന്റെ കൂടെ ഈ 275 മാർക്കും കൂടെ കൂട്ടിയിട്ടാണ്, 275 മാർക്ക് എന്തിനുള്ളതാണ്? ഇന്റർവ്യൂവിനുള്ളതാണ്. ആ ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് വരുന്നത് 2025. ഈ 2025 നിങ്ങൾക്ക് എത്ര മാർക്ക് വരുന്നു എന്നനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം അതിന്റെ അർത്ഥം മെയിൻ എഴുതുന്ന എല്ലാവർക്കും ഇന്റർവ്യൂ പോകുന്നല്ല കേട്ടോ. മെയിൻ എഴുതുന്നതിൽ നിന്ന് മെയിൻസ് എഴുതുന്നത് ഞാൻ പറഞ്ഞല്ലോ 15,000 പേര് എഴുതുകയാണെങ്കിൽ 3,000 പേരെയാണ് ഇന്റർവ്യൂവിലോട്ട് കൊടുത്തുള്ളൂ. അപ്പൊ 3,000 പേരുടെ മാത്രമാണ് മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അവർക്ക് ഇതിനകത്താണ് ആ മാർക്ക് വരുന്നത്. അത് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും പേപ്പേഴ്സ് നമ്മൾ എഴുതാനുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി എന്തായിരുന്നു ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്നത്? ജനറൽ സ്റ്റഡീസ് 1 വരുന്ന പേപ്പേഴ്സ് ആണ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം നമ്മൾ അഡ്രസ് ചെയ്തല്ലോ ഇതിന്റെ അഡ്വാൻറ്റേജസ്. നമുക്ക് പല ഏരിയയിൽ സംസാരിക്കാൻ പറ്റും, പല കാര്യത്തെ പറ്റി ഇൻഫർമേഷൻ കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതെന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തൊക്കെ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, അതേപോലെ ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് ദി വേൾഡ്, ഇന്ത്യ, എല്ലാം ഇതിനകത്ത് വരും. ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ ഇതിനകത്ത് വരും. പിന്നെ സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള പഠനങ്ങളും ഇതിനകത്ത് വരും. ഇനി അടുത്ത പേപ്പറിലേക്ക് പോവാൻ ജനറൽ സ്റ്റഡീസ് 2 പോവുകയാണെങ്കിൽ അവിടെയാണ് ഈ ഗവൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഗവേണൻസ് വരും, കോൺസ്റ്റിറ്റ്യൂഷൻ വരും, പോളിറ്റി വരും, സോഷ്യൽ ജസ്റ്റിസ് വരും, ഇന്റർനാഷണൽ റിലേഷൻസ് വരും. അപ്പോൾ പത്രത്തിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ സെക്കൻഡ് പേപ്പറിൽ നിന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ ടെക്നോളജി, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, അപ്പം എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റി പഠിക്കുന്നുണ്ട്, നമ്മുടെ എക്കണോമിക് ആസ്പെക്ട്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, ബയോഡൈവേഴ്സിറ്റിയെ പറ്റി പഠിക്കുന്നുണ്ട്, എൻവയോൺമെന്റിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇനി സെക്യൂരിറ്റി, നമ്മുടെ ഡിസാസ്റ്റേഴ്സ് നടക്കുന്നതിനെ പറ്റി അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി ജനറൽ സ്റ്റഡീസ് 4 വരുമ്പോൾ ഒരു എത്തിക്സിനെ പറ്റി പഠിക്കും, ഇന്റഗ്രിറ്റിയെ പറ്റി പഠിക്കും, ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി പഠിക്കും. ബേസിക്കലി ഒരു സിവിൽ സർവീസ് ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പോകുന്ന ഒരു സർവീസിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ സമൂഹത്തെ സെർവ് ചെയ്യാൻ പോകുന്നതാണ്. അവിടെ നിങ്ങൾ ഒരു കറപ്ഷൻ മൈൻഡോട് കൂടി പോവുകയാണെങ്കിൽ, ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റോട് കൂടി പോവുകയാണെങ്കിൽ ഒക്കെ അത് പ്രോബ്ലമാണ് സമൂഹത്തിന് മുഴുവൻ. അതുകൊണ്ട് തന്നെ ആ എത്തിക്സ് നിങ്ങളെ ഇവിടെ പഠിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾ എങ്ങോട്ട് വിടുന്നത്, ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് വിടുന്നത്. സോ ഇതൊക്കെ നമ്മുടെ കരിക്കുലത്തിന് തന്നെ ഭാഗമാണ്, സിവിൽ സർവീസിന്റെ കരിക്കുലത്തിന് തന്നെ ഭാഗമാണ്. അപ്പൊ ഇതാണ് ഈ ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ്, 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ പേപ്പേഴ്സിനും 250 മാർക്കാണ്, 3 മണിക്കൂറാണ് സമയമുള്ളത്. ഇനി ഇവിടെ വരുന്ന ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് എ പ്രീ റിക്വസിറ്റ് ഓഫ് ഡെമോക്രസി. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യൻസ് ഓരോരുത്തരും എഴുതുന്ന ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും അല്ലെ. കാരണം ഇതിൽ പറയുന്ന നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പം കയറിയിട്ടുള്ള ഈ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും ഈ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇതിന്റെ ആൻസർ എഴുതുന്നത് അത്രയും ഡിഫറെന്റ് രീതിയിലായിരിക്കും. അതേപോലെ എല്ലാ ചോദ്യങ്ങളും, കാരണം എന്താണ്, നമ്മൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നത് നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് എഴുതുന്നത്. നമുക്ക് ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. അണ്ടർസ്റ്റാൻഡിംഗിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടേതായിട്ടുള്ള രീതിയിൽ. സോ എക്സാമിൻ ദ പൊട്ടൻഷ്യൽ ഓഫ് വിൻഡ് എനർജി ഇൻ ഇന്ത്യ ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ ദ ലിമിറ്റഡ് സ്പേഷ്യൽ സ്പ്രെഡ്. അപ്പോൾ വിൻഡ് എനർജിയെ പറ്റി എഴുതുമ്പോഴും ആളുകൾ പലതും പല ഐഡിയാസ് എഴുതുന്നത്. അപ്പം ഇതിനെ കൃത്യമായിട്ട് മാപ്പ് ചെയ്ത്, ഇതിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്താണ് നമ്മളുടെ എക്സാമിനേഴ്സ് കൃത്യമായിട്ട് മാർക്ക് കൊടുക്കുന്നത്. സോ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എന്താണ്, നിങ്ങളുടെ ഒരു ഔട്ട്പുട്ട് എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ടൊരു എക്സാമിനറിന് മനസ്സിലാക്കി കിട്ടുന്ന ഒരു പേപ്പറാണ് ഈ മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ഐഡിയാസ് എന്താണ്, നിങ്ങൾക്ക് ഇതിനെ കൺസ്ട്രക്റ്റീവ് ആയിട്ടാണോ നിങ്ങൾ ഇതിനെ നോക്കി കാണുന്നത്, അതോ ഡിസ്ട്രക്റ്റീവ് ആയിട്ടാണോ നോക്കി കാണുന്നത്. സോ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിനെയൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മാർക്ക് നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, സോ
ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് മെയിൻസ് പേപ്പർ എന്ന് പറയുന്നത്. പക്ഷെ അത് വാലിഡ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചും വാലിഡ് ഇൻഫർമേഷൻ വെച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചും അതേപോലെ തന്നെ കോണ്ടന്റ് വെച്ചും വേണം നമ്മളിത് പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇതാണ് മെയിൻസ് പേപ്പർ. ഇനി ഏറ്റവും താഴെ ആ GS പേപ്പേഴ്സിനെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 2 പേപ്പേഴ്സ് ഉണ്ടെന്നല്ലോ, ഓപ്ഷണൽ 1ഉം ഓപ്ഷണൽ 2 എന്നുള്ളത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് 2013 മുമ്പ് നമ്മൾ 2 സബ്ജക്ട്സ് എടുക്കണമായിരുന്നു ഓപ്ഷണൽ സബ്ജക്ട്സ് ആയിട്ട്. അത് വേണമെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് എക്കണോമിക്സും ലോയും എടുക്കാം, അല്ലെങ്കിൽ ഹിസ്റ്ററി ഫിലോസഫി എടുക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ സയൻസും സോഷ്യോളജി എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്ട് എടുത്താൽ മതി, ആ സബ്ജക്റ്റിനെ അവർ 2 പേപ്പേഴ്സ് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പോ ഒരാൾ ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയെ തന്നെ പേപ്പർ 1ഉം പേപ്പർ 2 ആകും. അതാണ് ഈ ഓപ്ഷണൽ 1ഉം ഓപ്ഷണൽ 2. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്, നിങ്ങൾ ഇതിനകത്ത് ഒരു സബ്ജക്ട് ചൂസ് ചെയ്യുക. ഇത് തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ സെലക്ട് ചെയ്യേണ്ട അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്ട് സെലക്ട് ചെയ്യും? ജസ്റ്റ് ചുമ്മാ. ഓക്കെ, ഒരാൾ ലോ സെലക്ട് ചെയ്യും, ഒരാൾ സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യും, ഒരാൾ ഹിസ്റ്ററി സെലക്ട് ചെയ്യും, ഒരാൾ ബോട്ടണി സെലക്ട് ചെയ്യും, ജോഗ്രഫി സെലക്ട് ചെയ്യും, ഓക്കെ, കെമിസ്ട്രി സെലക്ട് ചെയ്യും, ഓക്കെ, അഗ്രികൾച്ചർ സെലക്ട് ചെയ്യും, സോഷ്യോളജി സെലക്ട് ചെയ്യും, വെരി ഗുഡ്, അക്കൗണ്ടൻസി സെലക്ട് ചെയ്യും, വെരി ഗുഡ്. സോ വിച്ച് മീൻസ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആളുകൾ പോലും വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരാൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ 2 പേപ്പേഴ്സ് ആക്കിയിട്ട് മാറ്റും. ഇത്രേ ഉള്ളൂ. അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിയെ 2 പേപ്പേഴ്സ് ആയിട്ട് മാറ്റും. ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കുക, ആ ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ് എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ ഈ എക്സാം എഴുതാൻ പോയിരിക്കുന്ന എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. എന്നാൽ ഈ ഓപ്ഷനിലേക്ക് വരുമ്പോഴേക്കും ഈ ചൂസ് ചെയ്ത അനുസരിച്ചിട്ടായിരിക്കും, നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടെ ഒരു പേപ്പറും കൂടാണ് ഓപ്ഷൻ സബ്ജക്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സബ്ജക്ട്സ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്ത്. കോൺഫിഡന്റ് ആയിട്ടുള്ള സബ്ജക്ട് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കൂടാതെ താഴേക്ക് നോക്കിക്കൊള്ളുക, ലിറ്ററേച്ചർ ഓഫ് എനി ഓഫ് ദീസ് ഫോളോയിങ് ലാംഗ്വേജസ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിട്ടുള്ള ഈ പറയുന്ന ലാംഗ്വേജസിന്റെ ലിറ്ററേച്ചേഴ്സിലും നിങ്ങൾക്ക് എടുക്കാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം, ആസാമീസ് ലിറ്ററേച്ചർ എടുക്കാം, അല്ലെ മലയാളം ലിറ്ററേച്ചർ എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് മെയിൻസ് എക്സാമിനേഷന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടെ എഴുതി കഴിയുമ്പോഴാണ് നമ്മളുടെ ഒരു മാർക്ക് വരും. ആ മാർക്ക് പര്യാപ്തമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യത്തില്ല. പര്യാപ്തമാണെങ്കിൽ നിങ്ങളെ നേരെ ഇന്റർവ്യൂയിലേക്ക് വിടും. ഇന്റർവ്യൂ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നിങ്ങൾ പോയി ഇരുന്ന് ഒരു ഇന്റർവ്യൂ പാനലിന്റെ മുന്നിൽ നിന്നിരിക്കും. അവർ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചിലപ്പോൾ ജനറൽ നോളജ് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളെ പറ്റിയായിരിക്കും, നിങ്ങളുടെ വീടിനെ പറ്റിയായിരിക്കും, നിങ്ങളുടെ നാടിനെ പറ്റിയായിരിക്കും. നിങ്ങളെ കംഫർട്ടബിൾ ആക്കാനുള്ള എന്ത് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അവർ ഒരിക്കലും നിങ്ങളെ അവിടെ എന്താ പറയുക, നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല അവർ ഒട്ടിക്കുന്നത്. ടു മേക്ക് യു കംഫർട്ടബിൾ. നിങ്ങളെ കംഫർട്ടബിൾ ആക്കിയിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഔട്ട്കം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അവിടെ പോയിരിക്കുമ്പോൾ തന്നെ നമ്മൾ നെർവസ് ആവും, അല്ലെ? ഒരു ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നെർവസ് ആവും. ഒന്നും വേണ്ട, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ആളുകളോട് പിന്നെ ആള് വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കുന്ന പറയുമ്പോൾ തന്നെ നമുക്ക് നെർവസ്നെസ് വരും, അല്ലെ? ഞാൻ തന്നെയാണ് എടുക്കാൻ പോകുന്നത് എന്നറിഞ്ഞ് വന്നുകൊണ്ടാണ് എനിക്ക് ആ നെർവസ്നെസ് ചിലപ്പോൾ ഇല്ലാത്തത്, അല്ലെ? എടുക്കുന്നത് കൊണ്ടാണ്, കാലങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നെർവസ്നെസ് ഇല്ലാത്തത്. പക്ഷെ അല്ലാതെ പെട്ടെന്ന് ഒരാളോട് വീഡിയോ ഓൺ ചെയ്ത് സംസാരിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നെർവസ്നെസ് വരും. അപ്പോൾ ഇതേപോലെ ഇത്രയും വലിയൊരു ഇന്റർവ്യൂവിന്റെ പാനലിന്റെ ഫ്രണ്ട് ഇരിക്കുമ്പോൾ ഒബ്വിയസ് ആയിട്ട് നമുക്ക് എന്ത് വരും? നെർവസ് ആവും. നമ്മൾ കാരണമാണ് നമുക്ക് പലപ്പോഴും പല ഇതും ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പല സമയങ്ങളിലും മോക്ക് ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നത്, മോക്ക് ടെസ്റ്റ് അല്ല മോക്ക് ഇന്റർവ്യൂസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എങ്ങനെ ഇരിക്കണം, എങ്ങനെയായിരിക്കണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എങ്ങനെ പറയണം, അവരോട് അറിയില്ല എന്നുള്ള കാര്യം എങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ട് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു കോച്ചിങ് കിട്ടുന്നതാണ് മോക്ക് ഇന്റർവ്യൂസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ്. ഈ ഒരു ഇന്റർവ്യൂടെ കഴിയുമ്പോൾ അതിന്റെയും കൂടെ മാർക്ക് വെച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളുകളുടെ മെയിൻസും ഇന്റർവ്യൂവിന്റെ മാർക്കൂടെ ക്ലബ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ എക്സാമിനേഷനെ പറ്റിയിട്ട്? ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കാനായിട്ട്? അല്ലെങ്കിൽ ഞാൻ ഒരു സെഷനോടെ കഴിഞ്ഞതിന് ശേഷം, ഒരൊറ്റ ഒരു പാർട്ടോടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഡൗട്ടിലേക്ക് വരാം. ഓക്കെ, ഒറ്റ പാർട്ടായിട്ട് 5 steps to stay motivated because it is needed for each and every one of us. നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമുക്കത് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം എന്നുള്ളത്.
അതിൽ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിനിമൈസിങ് ഡിസ്ട്രാക്ഷൻസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോ നിങ്ങൾ ചിലപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ ആവാം, അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആവാം, എന്തുമായിക്കൊള്ളട്ടെ. ഇഫ് യു ക്യാൻ ഐഡന്റിഫൈ യുവർ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് മിനിമൈസ് ദാറ്റ്, യു ക്യാൻ വർക്ക്. Okay, you can focus, you can manage your time effectively, you can be motivated. അപ്പം ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണ്? Can you please chat? നിങ്ങൾക്ക് ചാറ്റിനകത്ത് ഇടാൻ പറ്റുമോ? നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ, നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്താണ്? എത്ര പേർക്ക് അറിയാമെന്ന് നോക്കട്ടെ നിങ്ങളുടെ തന്നെ ഡിസ്ട്രാക്ഷൻസ്. ആർക്കും ഡിസ്ട്രാക്ഷൻ ഇല്ല? Okay, very good. So I'm getting it. Okay, social media. Of course, social media തന്നെ നമ്മളിങ്ങനെ റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെയിൻ ഒരു സംഭവം. സമയം പോകുന്ന അറിയത്തില്ല. 60 സെക്കൻഡ് വെച്ച് നിങ്ങളെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തോണ്ടിരിക്കുക അവര്, അല്ലെ? നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഇന്നേറ്റ് എബിലിറ്റിയാണ് അവർ ആക്ച്വലി നശിപ്പിക്കുന്നത്. ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് 60 സെക്കൻഡ് വെച്ച് നമ്മൾ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദാറ്റ്, വി ആർ ജസ്റ്റ് സിംപ്ലി ജസ്റ്റ് ഗോയിങ് ത്രൂ ഇറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സോ ദാറ്റ് ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുക. സോ യു ക്യാൻ ബി മോട്ടിവേറ്റഡ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് സെറ്റ് ക്ലിയർ ഗോൾസ്. ഇപ്പം ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ എന്താണോ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക. അത് എക്കണോമിക്കലി ആവാം, അല്ലെങ്കിൽ പേഴ്സണലി ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ് ആവാം, എങ്ങനെയാവാം, നമ്മുടെ റിലേഷൻഷിപ്പ് വൈസ് ആവാം. സോ ആ ഗോള് സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ക്ലിയർ ആയിട്ടൊരു ഗോള് സെറ്റ് ചെയ്യുക, അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ യു ക്യാൻ ഡു. സോ നമുക്കൊരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിന് നേരെ നോക്കി നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സെറ്റ് ക്ലിയർ ഗോൾസ്. ദെൻ ടൈം മാനേജ്മെന്റ്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിക്കുന്ന ടൈം മാനേജ്മെന്റ്. നമ്മൾ എല്ലാവരോടും പറയും നമുക്ക് സമയമില്ല എന്ന് പറയും. നമുക്ക് സമയമില്ല. നമുക്കുള്ള അതേ സമയമാണ് ഇലോൺ മസ്കിനുള്ളത്, നമുക്കുള്ള അതേ സമയമാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കുള്ളത്, നമുക്കുള്ള അതേ സമയമാണ് സച്ചിൻ ടെണ്ടുൽക്കറിനുള്ളത്, അല്ലെ? നമുക്കുള്ള അതേ സമയമാണ് സഞ്ജു സാംസണുള്ളത്, അല്ലെ? ഈ ഇത്രയും 24 മണിക്കൂറാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പം ഇവർക്കൊക്കെ ഈ 24 മണിക്കൂറിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമുക്ക് സമയമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇഫ് യു ക്യാൻ ചേഞ്ച് യുവർ പ്രയോറിറ്റീസ്, നിങ്ങളുടെ പ്രയോറിറ്റീസ് ആവശ്യമില്ലാത്ത പ്രയോറിറ്റീസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തെ കുറച്ചും കൂടെ മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് ടൈമിനെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് പഠനത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിലായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, യു ക്യാൻ മാനേജ് യുവർ ടൈം. സോ ബേസിക്കലി യു ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ, നൗ പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ്. ബേസിക്കലി ദിസ് പ്രയോറിറ്റൈസേഷൻ സ്റ്റാർട്ട്സ് വിത്ത് യുവർ ടേബിൾ. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത്, നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത്, അവിടെ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഗനൈസിങ് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലായിടത്തും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ ടാസ്കുകൾ, ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ മാനേജ് ചെയ്യുക. ഒരു ദിവസം എന്തൊക്കെയാണ്, ഏതൊക്കെ ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്ന ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ ക്ലാരിറ്റി ഉണ്ട്, നമുക്കത് ചെയ്താൽ മതി. അതേപോലെ ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, എപ്പോഴാണ് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്, അല്ലെ എപ്പോഴാണ് ഞാൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ then you are clear. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ പ്രോപ്പറായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. എല്ലാ ദിവസത്തെയും നിങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ടു ഡു ലിസ്റ്റ് വേറൊന്നുമല്ല, ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നേരം നിങ്ങൾ നോക്കുക, ഓക്കെ ഞാനതെല്ലാം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ, ഡിഡ് ഐ കംപ്ലീറ്റഡ് ഓൾ ദോസ് തിങ്സ്, ഞാനത് അക്കംപ്ലിഷ് ചെയ്തോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പരിശോധിക്കുക. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രയോറിറ്റൈസ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ബിക്കോസ് നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇഫ് യു ആർ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഓൾ ദോസ് തിങ്സ്, ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ ഹെൽത്ത് വൈസ് നമ്മളെ ടേക്ക് കെയർ ചെയ്യണം. ആരോഗ്യപരമായിട്ട് എക്സസൈസോ നടപ്പോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു റീഡ് ഗുഡ് ബുക്സ്, യു വാച്ച് ഗുഡ് മൂവീസ്, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ കാണുക, നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല നല്ല കാര്യങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു പ്രോസസ്സിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈൻഡ്ഫുൾ ആവും, നമുക്ക് കുറച്ചൊരു പോസിറ്റീവ് തിങ്കിങ് വരും. കാരണം ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ തലയിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത് 60,000 to 80,000 തോട്ട്സ് ചിന്തകളാണ് പോകുന്നത്. ആ ചിന്തകളിൽ മെജോറിറ്റിയും നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നെഗറ്റീവ് ചിന്തയുടെ ഒരു പൂളിൽ ഇങ്ങനെ കിടക്കും.
ലൂപ്പാണ്, ലൂപ്പിൽ കിടക്കും. ഇത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് സം ടെക്നിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ശരീരത്തിനെയൊക്കെ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്ത് മുന്നോട്ട് പോവുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിനൊക്കെയുള്ള ഒരുപാട് സോഴ്സസും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് ചുറ്റിനുമുണ്ട്. മേക്ക് യൂസ് ഓഫ് ദാറ്റ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ മൈൻഡ്ഫുൾ, യു ആർ ഹാപ്പി, യു ആർ മോട്ടിവേറ്റഡ്. അൾട്ടിമേറ്റ്ലി നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി IAS ഓഫീസർ ആകുന്നതും വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് അത് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഹാപ്പിനെസ്, അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ സമൂഹത്തിന് ഒരു നന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഹാപ്പിനെസ്, അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാപ്പിനെസ്. വേറെ ആളുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഹാപ്പിനെസ്. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നതും നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നതും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ടേക്ക് കെയർ ഓഫ് യു. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇതാണ് 5 ടിപ്സ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നമ്മളെ ഫോളോ ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയാം. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, IPMIS അക്കാഡമി യൂട്യൂബ് ചാനലാണ്. യു ക്യാൻ ജസ്റ്റ് സ്കാൻ ദിസ് QR കോഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താലും മതി, നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ www.ipmisacademy പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. യു ക്യാൻ ജസ്റ്റ് ഡൗൺലോഡ് അവർ ആപ്ലിക്കേഷൻ, യു ക്യാൻ സീ എന്തൊക്കെ അതിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജാണിത്, അതും IPMIS അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജാണ്. യു ക്യാൻ സെർച്ച് IPMIS അക്കാഡമി സെർച്ചുകൾ തന്നെ യു വിൽ ഗെറ്റ് ദിസ് പേജ്. ഓക്കെ, ഇനി എന്താണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത്, നമുക്ക് ഇനി ആ ഡൗട്ട്സ് ഒന്ന് ഇത് ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് തേജസ് സ്കോളർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ തേജസ് സ്കോളർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിനകത്ത് വാട്സപ്പിൽ നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, വാണ്ട് ടു നോ അബൌട്ട് തേജസ് സ്കോളർഷിപ്പ്. കോൾ ബാക്ക്, നിങ്ങളെ കോൾ ബാക്ക് ചെയ്ത് നമ്മുടെ ടീമിൽ നിന്ന് കോൾ ബാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. സോ യു ക്യാൻ ജസ്റ്റ് കോൺടാക്ട് ദിസ് നമ്പർ. ഓക്കെ, ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി.